വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ നമ്മളൊന്ന് പരിശ്രമിക്കണം. സ്നേഹം കൊണ്ട് ജീവിക്കാൻ, സ്നേഹം കൊണ്ട് കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളായിട്ട് മാറാനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. നമ്മളൊരു വ്യക്തി നമ്മുടെ ഉള്ളിലെ വെറുപ്പൊന്ന് മാറ്റിയാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നറിയാമോ? ഒരു വ്യക്തി മതി, വെറുപ്പുള്ള ഒരു വ്യക്തി മതി ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുത്താൻ, ആ കുടുംബം തകർക്കാൻ, ഒരു സമൂഹം തകർക്കാൻ എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ ആ വെറുപ്പുള്ളിലുള്ളത് കൊണ്ട് ആ വ്യക്തി ഇങ്ങനെ ഒരു വിഷവിത്തുവായിട്ട് ഇങ്ങനെ നടക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഞാൻ വെറുപ്പ് കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, പക കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, മുറിവുകൾ വെച്ച് കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ആ മുറിവുകള്, വെറുപ്പുകള് ഒന്ന് ഇല്ലാതാക്കാൻ കർത്താവിനോട് ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പില് അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. നമ്മൾ ഉപവാസം എടുക്കുന്നു, അതൊക്കെ നല്ല കാര്യം. എന്തിനു വേണ്ടിയാണ് ഉപവാസം എടുക്കുന്നത്? ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ഉപവാസം എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യം മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അതിജീവിക്കണം, അതിനുള്ള ശക്തി ഞാൻ നേടണം, അതിനു വേണ്ടിയാണ്. എൻ്റെ ഉള്ളിലെ വെറുപ്പിനെ അതിജീവിക്കാൻ, ദേഷ്യത്തെ അതിജീവിക്കാൻ, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വ്യക്തികളോട് ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി, ഒരു കൃപയ്ക്ക് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നടത്തുന്നൊരു കാര്യമാണ് ഉപവാസം. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പ്രാവർത്തികമാകാൻ സാധിക്കട്ടെ. ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒന്ന് ക്ഷമിച്ച, എൻ്റെ വെറുപ്പൊന്നും മാറ്റിയ എന്തു സ്നേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നറിയാമോ? എൻ്റെ കുടുംബം ശാന്തമാകുന്നറിയാമോ? എൻ്റെ കുടുംബം ഒന്ന് സമാധാനമാകുന്നറിയാമോ? അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ കുടുംബം സമാധാനമാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി വെറുപ്പിനെ ഇല്ലാതാക്കാം.